പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 12 വോൾട്ട് ഡുവൽ പവർ സപ്ലൈയിൽ വർക്ക് ചെയ്യുന്ന മോസ്ഫെറ്റ് ആംപ്ലിഫയറിൻ്റെ ഒരു ബോർഡാണ്. 2030 ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത് മോസ്ഫെറ്റിലോട്ട് മാറാനായിട്ട് ഒരു നല്ലൊരു ബോർഡാണിത്. 240, 940 പിന്നെ പെയറായിട്ട് വരുന്ന ഏത് ഹെക്സ്ഫെറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. 634 അതിൻ്റെ പെയർ, 664 അതിൻ്റെ പെയർ എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം. 12 വോൾട്ട് ഡുവൽ സപ്ലൈ മുതൽ ഏകദേശം നിങ്ങൾക്ക് 22 വോൾട്ട് ട്രാൻസ്ഫോർ വരെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഒരു കുഴപ്പമില്ല, അധികം ഹീറ്റൊന്നുമില്ല, നല്ല ക്വാളിറ്റിയാണ്. Bluetooth mode paired. അപ്പോൾ ഞാനത് 12 വോൾട്ടിലാണ് കണക്ട് ചെയ്യുന്നത്. അത്യാവശ്യം വലുതായിട്ട് ഹീറ്റ് ആവാത്തതുകൊണ്ടാണ് ഞാൻ ചെറിയ ഹീറ്റ് സിങ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 240, 940യുടെ പെയറിൽ വരുന്ന നമ്മുടെ റെഡിമെയ്ഡ് ആംപ്ലിഫയറിൽ വരുന്ന ഒരു സർക്യൂട്ടാണ് വരുന്നത് 240, 90. അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ മൈനസ് സെക്ഷനിൽ നിന്നാണ് പിടിച്ചിട്ടുള്ളത്. ഇവിടെ ചെറിയ ഡ്രൈവിന് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നമ്മുടെ C22383 A1013 ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഇതേപോലത്തെ ചെറിയ മാറ്റിയിട്ട് സ്വല്പം വലുതായിട്ട് അതിന് മാറ്റം വരുത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ക്വാർട്ടർ വാട്ട് സർക്യൂട്ടിൽ പറഞ്ഞ ക്വാർട്ടർ വാട്ട് മാറ്റി ഹാഫ് വാട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു വോക്കൽ ക്വാളിറ്റിയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇപ്പം മോസ്ഫെറ്റിൽ ചെറിയ വോൾട്ടേജിലൊരു ആംപ്ലിഫയർ കേൾക്കാൻ എല്ലാവർക്കും വളരെ ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് സക്സസ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഓഫ്സെറ്റൊക്കെ ഞാൻ പ്രീസെറ്റ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഇതിന് പകരം ഈ റെസിസ്റ്റർ കൊടുക്കണം. മോസ്ഫെറ്റ് ആയതുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതേതായാലും നല്ല സക്സസ് ആയിട്ടുണ്ട്. കുറച്ച് ദിവസത്തെ പരിപാടിയായിരുന്നു അത്. മോസ്ഫെറ്റിൽ ചെറിയ വോൾട്ടേജിലൊരു ബോർഡ് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് ഇവിടെ 240, 940 ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ അതിന് പെയർ 250 രൂപ വില വരുന്നുണ്ട്. ഇതാകുമ്പോൾ 100 രൂപയാകുന്നുള്ളൂ. 100 രൂപയ്ക്ക് നല്ല ക്വാളിറ്റിയും കിട്ടുന്നുണ്ട്. ഏതായാലും ഇതിൻ്റെ ബോർഡ് ഏതായാലും ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് തരാം. പിന്നെ ഞാൻ അയച്ച ബോർഡ് എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയുക. പിന്നെ അതിന് എങ്ങനെ വേണം ഓൾട്രേഷൻ ചെയ്യാന്നുള്ള ബോർഡുകളാണ് തന്നിട്ടുള്ളത്. അതിൻ്റെ ഓൾട്രേഷൻ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചാൽ മതി. എങ്ങനെയാണ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്നതെല്ലാം ഞാൻ പറഞ്ഞു തരാം. പിന്നെ പുതിയ ബീറ്റ് വരുന്നുണ്ട്, ട്രൂ വോയിസിൻ്റെ ബീറ്റ് വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇടാം. കുറച്ച് ദിവസം തിരക്കായി പോയിട്ടാണ് വീഡിയോ ഇടാത്തത്. ഓക്കെ, വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം.